സിജോയും ജാസ്മിനും അപ്പൊ ഇന്നലെ നോറേനെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. സിജോ അപ്പൊ നോറേനെ ഇന്നലെ സാഡിസ്റ്റ് എന്നൊക്കെ വിളിച്ചു. നോറ അപ്പൊ അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ സാഡിസ്റ്റാന്ന്, ഇവിടെ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെയാണ് നിങ്ങൾ പറയുന്നതെന്ന് സിജോയോട് പറഞ്ഞു. അപ്പൊ സിജോ പറഞ്ഞു, നീ സാഡിസ്റ്റാന്ന് ഞാൻ കണ്ടതാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഞാൻ സാഡിസ്റ്റ് ആണോ എന്നൊക്കെ അപ്പൊ നോറ ചോദിക്കാൻ പറയുന്നുണ്ട് സിജോ. ഞാൻ വേണമെങ്കിൽ ഉദാഹരണ സഹിതം പറയാം, അന്ന് നിങ്ങൾ പറയുന്നപ്പ നോറ പറയും. അപ്പോഴാണ് ജാസ്മിനും നന്ദനയുമായിട്ടുള്ള വഴക്ക് നടക്കുമ്പോൾ ജാസ്മിൻ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നോറ ചിരിച്ചതിനെ പറ്റിയാണ് അവിടെ സിജോ പറയുന്നത്. അത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടാണ്, നോറ ഭയങ്കര ചിരിയായിരുന്നു കണ്ടുകൊണ്ട്. അപ്പൊ ആ ഒരു സംഭവം അവിടെ സിജോ എടുത്തിട്ടു. പിന്നെ നോറ അതിനെപ്പറ്റി ഒരുപാട് പറയുന്നില്ല, നോറയ്ക്ക് അവിടെ അറിയാം, നോറ ആരോട് അതിനുശേഷം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അത് നോറയ്ക്ക് അറിയാം, അതുകൊണ്ട് നോറ പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നില്ല. ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചാലും നോറ അവിടെ പറയുമ്പോൾ പിന്നെ സിജോ പറയുകയാണ്, വൃത്തികെട്ട രീതിയിൽ കുതികാല് വെട്ടി കള്ളത്തരം കാണിച്ച് പിന്നിൽ നിന്ന് കുത്തി നാട്ടുകാരെ പറ്റിച്ച് വീട്ടുകാരെ പറ്റിച്ച് ഈ ബിഗ് ബോസിനെയും പറ്റിച്ച് ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ ഗെയിം കളിക്കുന്ന സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ഗെയിമർ അല്ലെങ്കിൽ ഒരു വ്യക്തി ഹൗസിൽ 13 പേരുടെ കൂട്ടത്തിൽ വേറെ ഇല്ല എന്നൊക്കെയാണ് നോറേനെ പറഞ്ഞിട്ടുള്ളത്. കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പറയണോന്നൊക്കെ നോറോട് ചോദിക്കുന്നുണ്ട്. നോറ പിന്നെ സിജോയുടെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ റാങ്കിങ് ടാസ്കിന്റെ ഇടയിൽ ജാസ്മിനും അപ്സരയും നോറേനെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കുറെ അപ്പൊ പറഞ്ഞു, ഞാൻ ആ പോരാളിയൊക്കെ എനിക്ക് കിട്ടിയില്ലോ, ആ ടാസ്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വെയിൽ കൊണ്ട് നിന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ വേറൊരു ടാസ്കിൽ അപ്പൊ നോറയ്ക്ക് ബാലൻസിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് നോറ പറയുകയുണ്ടായി. അങ്ങനെ നോറ എല്ലാ ഇതിലും സെന്റിമെന്റ്സും കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നോക്കുന്നതാണെന്നും നോറ ഫുൾ ഇമോഷണൽ ഡ്രാമ കളിക്കുകയാണെന്നും അത് മാത്രമാണ് നോറ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പൊ ജാസ്മിൻ പറഞ്ഞു. അപ്സരയും അത് ഏറ്റുപിടിക്കുകയുണ്ടായി. അത് മാത്രമല്ല ഒരു ടാസ്കും തന്നെ നോറ ചെയ്തിട്ടില്ല എന്നും ഒക്കെ രീതിയിൽ അപ്സരയും നോറേനെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. നോറയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളുകൾ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ശരിക്കും നോറയ്ക്കുണ്ട്. നോറ പിന്നെ ഋഷിയോടും അൻസിബോടും ഒക്കെ പോയിരുന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോറയുടെ അച്ഛൻ വന്നിട്ട് പോയതിനു ശേഷം അച്ഛനെ പറ്റി ഇങ്ങനെ 2-3 ദിവസം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നോറേനെ മാത്രം അങ്ങനെ എല്ലാവരും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറെ ഇമോഷണൽ ഡ്രാമ പറയും. പിന്നെ അസുഖം ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ ചെയ്തു എന്ന് പറയും. പക്ഷെ അതൊക്കെ സെന്റിമെന്റ്സ് ഇമോഷണൽ ഡ്രാമ തന്നെയാണ് നോറയുടെ സ്ട്രാറ്റജി. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ആളുകൾ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് നോറയ്ക്ക്. വളരെ ഓവറാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എന്താണ് നോറയെ പറ്റിയുള്ള അഭിപ്രായം?